ഈ വേദിയിൽ പിണറായിസം എന്ന എത്ര പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നത് പി വി അൻവർ. പിണറായിസത്തിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയടിയായിരിക്കും നിലമ്പൂരിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്ന് അദ്ദേഹം പറയുമ്പോൾ പിണറായിയെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി വി ഡി സതീശനില്ല. നിയമസഭയ്ക്കകത്തുണ്ട്, വി ഡി സതീശനില്ല, പുറത്ത് ഇല്ല, രമേശ് ചെന്നിത്തലയ്ക്കില്ല. അങ്ങനെ പ്രോമിനൻ്റ് ആയിട്ടുള്ള കോൺഗ്രസ് നേതാക്കളോ യു ഡി എഫ് നേതാക്കളോ ലീഗിലൊട്ടുമില്ല. അപ്പം പിണറായിക്ക് എതിരായിട്ട് സംസാരിക്കുന്ന ആളുകൾ യു ഡി എഫിൽ യഥാർത്ഥത്തിലില്ല. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്തായാലും സംശയമൊന്നുമില്ലല്ലോ, പിണറായി വിജയനാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർ ക്യാമ്പയിനർ, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് LDF-ൻ്റെ. അപ്പോൾ ആ നേതാവിനെ അറ്റാക്ക് ചെയ്യാൻ ഇപ്പുറത്തൊരാൾ വേണ്ടേ? പി വി അൻവറിന് അങ്ങനെ ഒരു റോൾ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പി വി അൻവർ പിണറായിയെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരാളായിട്ട് യു.ഡി.എഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്പോക്സ് പേഴ്സണായിട്ട് ഒരു അജണ്ട നിശ്ചയിക്കുന്ന ആളായിട്ടൊക്കെ വരും, അക്കാര്യത്തിലുള്ള സംശയമില്ല. ഇനി മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട്, അത് ഈ മുസ്ലിം ക്രിസ്ത്യൻ രാഷ്ട്രീയമാണ്. മുസ്ലിം രാഷ്ട്രീയത്തിനകത്ത് പി വി അൻവർ ഉന്നയിക്കുന്ന പ്രശ്നം എന്താ? നമ്മളെ തീവ്രവാദികളാക്കുന്നു എന്നുള്ളതാണ്, നമ്മളെ ഭീകരവാദികളാക്കുന്നു പിണറായിയുടെ പോലീസ് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിനിടയിലേക്ക് ഒരു ഇൻട്രോഡ് ഉണ്ടാക്കാൻ പി വി അൻവർ ശ്രമിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ട്. ഒപ്പം തന്നെ ഈ വന്യജീവി ആക്രമണം അടക്കമുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ക്രിസ്ത്യൻ സമുദായവുമായി ബന്ധപ്പെട്ടും ഒരു പൊളിറ്റിക്സ് പി വി അൻവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ രണ്ട് സമുദായങ്ങളുടെ നല്ല പിന്തുണയുണ്ടെങ്കിൽ മാത്രമല്ലേ യു.ഡി.എഫിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പ്രതീക്ഷ വെക്കേണ്ടതുള്ളൂ.